ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഒരു ചക്കപ്പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിന് ഞാൻ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചക്ക അരിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളം മതി ചക്ക പുഴുങ്ങാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് കുഴഞ്ഞു പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചാൽ മതി. ഞാൻ ഈ ചക്കയോട് കൂടെ തന്നെയാണ് ഉപ്പ് ഇടുന്നത് ആവശ്യത്തിന്. ചിലർ അരപ്പിനോട് കൂടിയാണ് ഇടാറ്. ഞാൻ ഈ ചക്കയിലേക്ക് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇത് വേവിക്കുന്നത്. ചക്കയ്ക്ക് ഉപ്പും വെള്ളമൊക്കെ കുറവ് മതി. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പും, ഞാൻ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്, കല്ലുപ്പും അതേപോലെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കാം. വേവിക്കാൻ വെച്ച് കഴിയുമ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാതിരിക്കുക. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ചക്ക വേഗം വെന്ത് കിട്ടും. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് ഇളക്കണ്ട, ഒന്ന് പാത്രത്തോടെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കുടഞ്ഞിടുന്ന പോലെ ഇട്ടാൽ മതി. അതായത് അടിഭാഗം മേലേക്ക് വരത്തക്ക രീതിയിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തട്ടി കൊടുത്താൽ മതിയാവും. അതേപോലെ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ നല്ല തീ വേണം. ഗ്യാസിൽ തീയാണെങ്കിൽ അത് സിം ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല തീയിൽ വേണം വേകാനായിട്ട്, അല്ലെങ്കിൽ ചക്ക വാടിപ്പോവും. നല്ല തീയിൽ വേവിച്ചെടുക്കുക. ചക്ക വേകുമ്പോഴേക്കും അതിനാവശ്യത്തിനായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങ ചിരകിയത്, അതുകൂടാതെ വെളുത്തുള്ളി, കറിവേപ്പില, കാന്താരിമുളക്, കുരുമുളക്, ജീരകം, ചെറുജീരകം. ഇതിൽ കുരുമുളക് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റും കിട്ടും. അതുകൂടാതെ നമുക്ക് ഉരുണ്ട് കയറാതെയും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനൊക്കെ നല്ലതാണ് കുരുമുളക്. അപ്പോൾ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളകായാലും മതി. പക്ഷെ കാന്താരിമുളകാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് നല്ലത്. ഇത് കൂടാതെ മഞ്ഞൾപ്പൊടി. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കാതെ അടിക്കുക, അല്ലെങ്കിൽ ചമ്മന്തിക്കൊക്കെ അരയ്ക്കണ പോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഒരു ചമ്മന്തി പരുവം അത്രയൊക്കെ പാടുള്ളൂ, ഒതുക്കിയെടുക്കുക അത്രയേ പാടുള്ളൂ. നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഒന്നും കൂടി അടുപ്പിൽ വെക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്സീൻ്റെ ജാറിൽ അവസാനം ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ഒന്നും കൂടി അടുപ്പിൽ വെച്ച് ഇതിൻ്റെ അരപ്പൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ കോലുണ്ടെങ്കിൽ പുഴുക്കിളക്കുന്ന കോലുണ്ടെങ്കിൽ അതുകൊണ്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതില്ലാത്തവരാണെങ്കിൽ തവിയുടെ പുറകുവശം വെച്ചിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ വല്ലാണ്ട് കുഴഞ്ഞു പോവും. ഇതൊന്ന് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുഴയുകയും വേണം എന്നാൽ വല്ലാണ്ട് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. ആ രീതിയിൽ കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് തവിയുടെ പുറകുവശം വെച്ച് ഇളക്കുക. ഇതിപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം കാരണമാണ് കളർ ശരിക്കും മനസ്സിലാവാത്തത്. നന്നായിട്ട് അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പം. ഇനി ഇതൊന്ന് അരപ്പ് ചൂടാകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ അടുപ്പിലേക്ക് വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ വെന്ത് ചക്കപ്പുഴുക്ക് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നല്ല കറിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്കാണ്. കറിയൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക.